നമ്മുടെ നാട് ഏതൊക്കെ രൂപത്തിലാണ് പോപ്പുലർ ഫ്രണ്ടിന്റെയും SDPIയുടെയും ഇത്തരം ഭീകരവാദ സംഘടനകളുടെയും സംഘാടകരുടെയും പിടിയിലമർന്നത് എന്നതിന്റെ ഞെട്ടിക്കുന്ന സാക്ഷ്യമാണ്, നേർസാക്ഷ്യമാണ് ഇക്കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായി NIAയും EDയും പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന സാക്ഷ്യങ്ങൾ. SDPIയിലേക്ക് എത്തിയ പണമിടപാടുകളിൽ അടിമുടി ദുരൂഹത കണ്ട് ED റിപ്പോർട്ട് സമർപ്പിച്ചത് കണ്ടില്ലേ? സംഭാവന എന്ന രീതിയിൽ വലിയ തുക നൽകിയ ആളുകൾക്ക് തത്തുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നു എന്നാണ് ED നൽകുന്ന റിപ്പോർട്ട്. കള്ളപ്പണ ഇടപാടിന്റെ സ്വഭാവം സംഭാവനകൾക്കുണ്ട് എന്ന് ED വിലയിരുത്തി. എങ്ങനെയാണ്? ക്ലാരിറ്റി ഇല്ലാത്ത ചാരിറ്റികൾക്ക് 1 മണിക്കൂർ കൊണ്ട് ഓരോ കോടി രൂപ, 24 കോടി രൂപ, 34 കോടി റഹീമിന് പിരിക്കാൻ വേണ്ടി ഇറങ്ങി, കൊലയാളിയായ സൗദിയിലെ റഹീമിന് വേണ്ടി പിരിക്കാൻ. ഒടുവിൽ 60 കോടി രൂപ പിരിച്ചു. എവിടെ നിന്നാണ് വന്നത് എന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഹവാല ഇടപാടുകളിലൂടെ എത്തിയ കള്ളപ്പണം ഈ രൂപത്തിൽ പോപ്പുലർ ഫ്രണ്ട് വെളുപ്പിച്ചു. SDPIയിൽ നിന്ന് പണം ലഭിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതായി ED അറിയിച്ചിട്ടുണ്ട്. കേരളത്തിലടക്കം 10 സംസ്ഥാനങ്ങളിലാണ് ED പരിശോധന നടത്തിയത്. പരിശോധനയിൽ സാമ്പത്തിക ഇടപാട് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചു എന്നാണ് ED മുന്നോട്ട് വെക്കുന്ന തെളിവുകൾ. കേരളവും തമിഴ്നാടും കൂടാതെ ബംഗാളിലും രാജസ്ഥാനിലും റെയ്ഡ് നടത്തിയെന്ന് ED വ്യക്തമാക്കി. വഹീദുർ റഹ്മാൻ എന്ന വ്യക്തിയെയാണ് കോയമ്പത്തൂരിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ആയുധ പരിശീലനം നൽകിയിരുന്ന വ്യക്തിയാണ് എന്ന് ED അറിയിച്ചു. ഇയാളുടെ അക്കൗണ്ടിലേക്ക് സംഭാവന എന്ന പേരിലെത്തിയ പണം പിന്നീട് SDPIക്ക് കൈമാറി. അനധികൃത പണമിടപാട് നടന്നു എന്ന് ED ആരോപിക്കുന്നു. PFI പല സ്ഥലങ്ങളിലും ആയുധ പരിശീലനം നടത്തിയെന്നതിന്റെ തെളിവുകൾ കേന്ദ്ര ഏജൻസിക്ക് ലഭിച്ചിട്ടുണ്ട്. പാലക്കാട്, ഒറ്റപ്പാലത്തും കോട്ടയത്തും SDPI പ്രവർത്തകരുടെ വീടുകളിൽ ED റെയ്ഡ് നടത്തി. പാലക്കാട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശിയുടെ വീട്ടിൽ പരിശോധന നടത്തി. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയുടെ അറസ്റ്റിനെ തുടർന്നായിരുന്നു പരിശോധനകൾ. ഫൈസിയോട് ചോദിക്കേണ്ട രൂപത്തിൽ ചോദിച്ചപ്പോൾ, ഫൈസിയെ ഞെക്കി പിഴിഞ്ഞെടുത്തപ്പോൾ ഫൈസി അദ്ദേഹത്തിന് അറിയുന്ന മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. ഭാവിയിൽ ചെയ്യാൻ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന കാര്യങ്ങൾ പോലും ഫൈസി ഛർദ്ദിച്ചു. ഫൈസിയെ പിടികിട്ടിയതിനെ തുടർന്നായിരുന്നു റെയ്ഡ്. കോട്ടയത്ത് വാഴൂർ ചാമമ്പതാൽ SBT ജംഗ്ഷനില് മിച്ചഭൂമി കോളനിയിൽ നിഷാദ് നടക്കേമുറിയലിന്റെ വീട്ടിലും ED എത്തി. നിരോധിച്ച PFIയുടെ ഡിവിഷണൽ സെക്രട്ടറി ആയിരുന്നു നിഷാദ്. ഡൽഹിയിൽ നിന്നുള്ള ED സംഘമാണ് ഇവിടെ പരിശോധന നടത്തിയത്. SDPIയുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കുമെന്നും സൂചനകളുണ്ട്. നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന സംഘടനയ്ക്ക് സമാനമായ പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ പാർട്ടിയായ SDPIയും നടത്തിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണിത്. PFIക്കെതിരെ ഡൽഹിയിലും കൊച്ചിയിലും ഉൾപ്പെടെ രജിസ്റ്റർ ചെയ്ത കേസുകളുമായി ബന്ധിപ്പിച്ചിട്ടാകും SDPIയിലേക്കും അന്വേഷണം ഉണ്ടാവുക. 2020 ഡിസംബറിലും തുടർന്നും വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡുകളിൽ PFIയും SDPIയും തമ്മിലുള്ള ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഒഴുകി വന്ന കോടികളുടെ കണക്കുകൾ ഇനി ഇവര് പറയേണ്ടി വരില്ല, ED പൊക്കിയെടുത്തോളും. SDPIയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ PFIയുടെ പങ്ക് വഹിച്ചതായി ED പറഞ്ഞത് വെറുതെയല്ല. PFIയെ നിരോധിക്കാൻ കാരണമായിട്ടുള്ള ദേശവിരുദ്ധ ഭീകര പ്രവർത്തനം SDPI നേതാക്കൾക്കെതിരെയും ചുമത്താൻ കഴിയുമോ എന്ന് കേന്ദ്ര ഏജൻസികൾ പരിശോധിച്ചു വരുന്നുണ്ട്. കോഴിക്കോട്ടെ PFI ഓഫീസിൽ നിന്ന് ED പിടിച്ചെടുത്ത രേഖകളിൽ എല്ലാ അർത്ഥത്തിലും ഇസ്ലാമിക പ്രസ്ഥാനമാണ് SDPI എന്ന് വിവരിക്കുന്നുമുണ്ട്. ശാരീരികവും പ്രക്ഷോഭപരവും നിയമപരവും ആശയപരവുമായിട്ടുള്ള പ്രതിരോധം തീർക്കുന്ന ജിഹാദാണ് ലക്ഷ്യമെന്നും പറയപ്പെടുന്നു. അതിന്റെ പേരിലാണ് ആയുധ പരിശീലനം നടത്തിയത്. പാർട്ടിയും അനുബന്ധ സംഘടനകളും ലക്ഷ്യം കൈവരിക്കാനുള്ള വഴികളാണ്. പുറമേ സാമൂഹിക പ്രസ്ഥാനമാണ് എന്ന് പറയുമെങ്കിലും സംഘടന ഇസ്ലാമികമാണെന്ന് രേഖയിലുണ്ട്. PFI വിദേശത്ത് നിന്നുൾപ്പെടെ ശേഖരിച്ച പണം SDPI നേതാക്കൾക്ക് ലഭിച്ചതായി ED കണ്ടെത്തി. 4.07 കോടി രൂപയാണ് PFI സംശയകരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി SDPIക്ക് കൈമാറിയത് എന്നാണ് ED പൊക്കിയെടുത്ത തെളിവ്. SDPIക്ക് സംഭാവന നൽകിയവരെ സംബന്ധിച്ച് വിവരശേഖരണം ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് അന്വേഷണം. PFI അനധികൃതമായി സമാഹരിച്ച പണം വ്യക്തികളിലൂടെ സംഭാവനയായി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ SDPIക്കെതിരെ കടുത്ത നടപടിക്ക് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ.
SDPIക്ക് ലഭിച്ച സംഭാവനകളിൽ അടിമുടി ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് SDPIക്കും നിരോധിത ഭീകര സംഘടന പോപ്പുലർ ഫ്രണ്ടിനും സംഭാവന നൽകിയവരെ സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരശേഖരണം ആരംഭിച്ചത്. SDPIക്ക് സംഭാവന നൽകിയവർക്ക് മുൻകൂട്ടി പണം ലഭിച്ചു. പോപ്പുലർ ഫ്രണ്ട് അനധികൃതമായി സമാഹരിച്ച ഹവാല പണമാണ് ചില വ്യക്തികളിലൂടെയും സ്ഥാപനങ്ങളിലൂടെയും സംഭാവനയായി മാറ്റിയത്. ഇത്തരത്തിൽ സംഭാവന നൽകിയവരുടെ വിശദ വിവരങ്ങളാണ് ഇഡിയും ഒപ്പം ഇന്റലിജൻസ് ബ്യൂറോയും ശേഖരിക്കുന്നത്. നേരത്തെ അറസ്റ്റിലായ SDPI അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് കുട്ടി ഫൈസിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്ത് വിവിധയിടങ്ങളിൽ ഇഡി പരിശോധന നടത്തിയിരുന്നു. ഈ പരിശോധനയിലാണ് സംഭാവന സ്വീകരിച്ചതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചത്. വിഷയത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകും. SDPI സാമ്പത്തികമായും ആശയപരമായും നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ടാണെന്ന് ഇഡി നേരത്തെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ജനം, ഡൽഹി. ഇപ്പോ MK ഫൈസിക്ക് വേണ്ടി SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും റെയ്ഡ് തടയുന്നതിനു വേണ്ടി പ്രവാസികളായ ആളുകൾ കരയുവാണ്. ശരിക്കും അവർ കരയുന്നത് എന്തിനാണെന്നറിയാമോ? പണം കൊടുത്തു പോയിട്ടുണ്ട്. PFIക്ക് സമാനമായി നൽകി, ചാരിറ്റി ലെവലിൽ നൽകി, അത് തിരിച്ച് പല രൂപത്തിലും പറ്റിയിട്ടുണ്ട്. അത് കണ്ടെടുത്തു തുടങ്ങി. പല രാജ്യത്തും പോയത് കുടുംബം പിഴച്ചു പോകാൻ വേണ്ടിയിട്ടാണല്ലോ. അതിന് സാധിക്കാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കരയണം. 16,000 അക്കൗണ്ടുകാരാണ് കുടുങ്ങിക്കിടക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ. വിസ പോലും പുതുക്കാൻ സാധിക്കാതെ എല്ലാത്തിനെയും പൊക്കുമെന്ന് മാത്രമല്ല, ഇനിയും SDPIക്കും പോപ്പുലർ ഫ്രണ്ടിനും അകമഴിഞ്ഞ് സംഭാവന നൽകിയ ആളുകൾ പിടിയിലായിക്കൊണ്ടിരിക്കുന്നു. കേട്ടോ, SDPI എല്ലാ അർത്ഥത്തിലും പൂട്ടാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. രാജ്യവിരുദ്ധ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിച്ചെന്ന കേസിൽ രാജ്യവ്യാപകമായി SDPI ഓഫീസുകളിൽ ഇഡി റെയ്ഡ് നടക്കുന്നതിനിടെ കേസിൽ മറ്റൊരു വഴിത്തിരിവ് കൂടി ഉണ്ടായിരിക്കുന്നു. SDPI അക്കൗണ്ടിലേക്ക് വന്ന സംഭാവനകൾ സംശയം ജനിപ്പിക്കുന്നതെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിലയിരുത്തൽ വന്നിരിക്കുന്നു. റെയ്ഡുകൾക്ക് പിന്നാലെയാണ് വിശദാംശങ്ങൾ ആരാഞ്ഞ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇഡി കത്ത് നൽകിയത്. തിരഞ്ഞെടുപ്പ് ചെലവുകൾ, സംഭാവനകൾ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയിരിക്കുന്നത്. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസി ഉൾപ്പെടെ 2 മുതിർന്ന നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് കത്തയച്ചത്. മാത്രമല്ല, സംഭാവന നൽകിയവർക്ക് മുൻകൂർ പണമെത്തുകയും പിന്നീട് ഇതേ പണമെടുത്ത സംഭാവന എന്ന പേരിൽ SDPI നേതാക്കൾക്ക് നൽകുന്ന രീതിയാണ് അവലംബിക്കുന്നതെന്നും ഇഡി വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്ര, ബംഗാൾ, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ റെയ്ഡ് തുടരും. SDPI നിരോധനത്തിലേക്ക് കാര്യങ്ങൾ എത്താനും സാധ്യതയേറെയാണ്. SDPIക്ക് സംഭാവന എന്ന രീതിയിൽ വൻ തുക നൽകിയവർക്ക് തത്തുല്യമായ തുക പണമായി മുൻകൂട്ടി ലഭിച്ചിരുന്നതായി ഇഡിക്ക് സൂചനകൾ കിട്ടി. കള്ളപ്പണ ഇടപാടിന്റെ തന്നെയുമല്ല, ഇതിൽ പണി കൊടുത്തതാരാണെന്നറിയാമോ? ഒന്നാമതായിട്ട് MK ഫൈസി തനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നത് നേരാണ്. പക്ഷേ സിദ്ദീഖ് കാപ്പൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇതിനകത്ത് വലിയ രൂപത്തിൽ പങ്കുണ്ട്. മനസ്സിലായോ? ചോദിക്കേണ്ടുന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ പറയേണ്ടുന്ന രൂപത്തിൽ അവർക്ക് പറയുകയല്ലാതെ മറ്റു മാർഗമുണ്ടായിരുന്നില്ല. കൃത്യമായി തങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ മുഴുവനും അവരും അങ്ങോട്ട് പറഞ്ഞു. പണി കിട്ടിയതാർക്കാ? നമ്മുടെ തീവ്രവാദികൾക്ക്. SDPIക്കെതിരെയുള്ള വലിയ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും NIAയും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. NIA പ്രത്യക്ഷമായി തന്നെ രംഗത്തില്ലെങ്കിലും ഇഡിക്കൊപ്പം നിൽക്കാൻ NIAയും അതുപോലെ തന്നെ കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളും ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. SDPIയെ കുടുക്കിയത് നമ്മുടെ മാധ്യമപ്രവർത്തകൻ എന്നറിയപ്പെടുന്ന സിദ്ദീഖ് കാപ്പനുമായിട്ട് MK ഫൈസി എന്ന SDPIയുടെ ദേശീയ അധ്യക്ഷൻ നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകളാണ് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് MK ഫൈസിയും സിദ്ദീഖ് കാപ്പനും നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ അത് അന്വേഷണ ഏജൻസികൾ വീണ്ടെടുക്കുകയും അതിൽ വളരെ കൃത്യമായ തെളിവുകൾ, ഈ തീവ്രവാദ ഫണ്ട് എങ്ങോട്ട് ആർക്കൊക്കെ പോയി എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വിശദമായ ചില വിവരങ്ങൾ ഈ വാട്സ്ആപ്പ് ചാറ്റുകളിൽ ഉണ്ട് എന്നാണ് അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന MK ഫൈസി എന്ന SDPIയുടെ ദേശീയ അധ്യക്ഷൻ, അദ്ദേഹത്തിന്റെ നമ്പറായ 9567161420 എന്ന മൊബൈൽ നമ്പറിൽ നിന്ന് സിദ്ദീഖ് കാപ്പനുമായി നടത്തിയ വാട്സ്ആപ്പ് ചാറ്റുകൾ ക്യാമ്പസ് ഫ്രണ്ട് നേതാവ് റൌഫ് ഷെരീഫ് മുഖേന നടത്തുന്ന ഹവാല ഇടപാടുകളെ കുറിച്ച് സൂചന നൽകുന്നതാണ് എന്ന വിവരമാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നൽകുന്നത്. അതായത് ദില്ലി കലാപ വേളയിൽ, ദില്ലി കലാപം നമുക്കറിയാം ആസൂത്രിതമായി തന്നെ സൃഷ്ടിച്ചെടുത്ത ഒരു കലാപമാണ്. ആ കലാപം നടക്കുന്ന സമയത്ത് കലാപം ആളിക്കത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് സിദ്ദീഖ് കാപ്പനായിരുന്നു. മാത്രമല്ല, ഈ സമയത്ത് കേരളത്തിൽ ഈ ഹിന്ദുത്വ ശക്തികൾക്കെതിരെയുള്ള വലിയ മാധ്യമ പ്രചരണം നടത്താനുള്ള ഒരു പദ്ധതി ഇട്ടിരുന്നു. ആ പദ്ധതി പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഈ പ്രചരണം നടത്തിയ മാധ്യമ പ്രവർത്തകർക്ക് പ്രതിഫലം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും ഈ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നും അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ SDPIയുമായി ബന്ധപ്പെട്ട SDPIയുടെ നേതാക്കൾ മാത്രമല്ല, SDPIയുടെ അച്ചാരം പറ്റിക്കൊണ്ട് അല്ലെങ്കിൽ തീവ്രവാദ ഫണ്ടിന്റെ ഒരു അംശം പറ്റിക്കൊണ്ട് ദില്ലി കലാപത്തിനെതിരെ തൂലിക ചലിപ്പിച്ച ചില മാധ്യമ പ്രവർത്തകർ, അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ, അതോടൊപ്പം തന്നെ ചില പരിസ്ഥിതി പ്രവർത്തകർ, അർബൻ നക്സലൈറ്റുകളുടെ സ്വഭാവം കാണിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകർ, ഇവരുടെ എല്ലാം പേരുകൾ സിദ്ദീഖ് കാപ്പനും MK ഫൈസിയും തമ്മിൽ നടന്ന വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്നും കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് ഈ ജൂതനുണ്ടാക്കിയ സോഷ്യൽ മീഡിയയല്ലേ? ഇവരൊന്ന് കൂട്ടമായിട്ട് പ്രാർത്ഥിച്ചാലോ ആമീൻ പറഞ്ഞാലോ അതിപ്പോ ഡിലീറ്റ് ആയി പോകുവോ? ഇനി അവർ ഡിലീറ്റ് ചെയ്തെന്നിരിക്കട്ടെ, സിം മാറിയെന്നിരിക്കട്ടെ, വാട്സാപ്പ് അൺഇൻസ്റ്റാൾ ആക്കിയെന്നിരിക്കട്ടെ,
എന്ത് ചെയ്യാൻ, അതൊക്കെ റിക്കവർ ചെയ്ത് എടുക്കാൻ വലിയ പ്രയാസമൊന്നും ഇല്ലെന്നേ. ഇന്ന് ജൂതനുണ്ടാക്കിയ മീഡിയ ആയതുകൊണ്ട് അതിൻ്റെ ഒക്കെ ലിപ് പോയിന്റ് അവർ ഉണ്ടാക്കിയിട്ടുണ്ടാവുമല്ലോ. പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾക്കൊപ്പം തന്നെ ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകരും, കേരളത്തിലെ എണ്ണം പറഞ്ഞ ചില മാധ്യമ പ്രവർത്തകരും, അതോടൊപ്പം തന്നെ അർബൻ നക്സലൈറ്റുകൾ എന്നറിയപ്പെടുന്ന ഈ സാമൂഹിക പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ ഇത്തരത്തിൽ SDPIയുടെയും പോപ്പുലർ ഫ്രണ്ടിന്റെയും ഫണ്ട് കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ഒരു സൂചനയാണ്, അതിനുള്ള തെളിവുകളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മാത്രമല്ല തീവ്രവാദ കേസുകളിൽപ്പെട്ടവർക്ക് നിയമസഹായം നൽകുന്നതിനെ കുറിച്ചും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗങ്ങളിൽ ഉൾപ്പെടുത്തേണ്ട വിശ്വസ്തരായ പ്രവർത്തകർ ആരൊക്കെ എന്നത് സംബന്ധിച്ചും അവർക്ക് ആയുധ പരിശീലനം നൽകുന്നതിനെ സംബന്ധിച്ചുമുള്ള വിവരങ്ങളാണ് സിദ്ദിഖ് കാപ്പന്റെ വാട്സ്ആപ്പ് ചാറ്റുകളിൽ നിന്ന് കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. സിദ്ദിഖ് കാപ്പന്റെ 10 അല്ലെങ്കിൽ സിദ്ദിഖ് കാപ്പൻ അഡ്മിനായിട്ടുള്ള 10 വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഉള്ളത്. അതായത് NCHRO ലീഗൽ സെൽ എന്നതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് മീഡിയ പോപ്പുലർ ഫ്രണ്ട്, PFI മീഡിയ സെൽ ഭാരവാഹികളും വിശ്വസ്ത മാധ്യമ പ്രവർത്തകരും മാത്രം ഉൾപ്പെട്ട ഗ്രൂപ്പാണിത്. ഇതിലെല്ലാം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ടും SDPIയും ചെയ്ത പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങളുണ്ട്. SDPI പൂച്ചാലമാട് ബ്രാഞ്ച്, SDPI KNMP മെമ്പേഴ്സ്, ഡൽഹി ഫ്രണ്ട് അപ്ഡേറ്റ്സ്, അതായത് PFIയുടെ ഡൽഹി നേതാക്കളിൽ ഉൾപ്പെട്ട ഗ്രൂപ്പാണ്. ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്, ക്യാമ്പസ് ഫ്രണ്ട് പ്രചരണവുമായി ബന്ധപ്പെട്ടവരുടെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റ്, അതോടൊപ്പം തന്നെ ഇമാം കി പുക്കാർ, ഓൾ ഇന്ത്യ ഇമാം കൗൺസിൽ, ഡൽഹി ഫ്രണ്ട്സ്, ഡൽഹിയിലെ PFI നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പ്, ന്യൂസ് വെബ് ടീം, അതായത് PFI മാധ്യമങ്ങളും തേജസ് ഓൺലൈൻ മാധ്യമ പ്രവർത്തകരും ഉൾപ്പെട്ട ഗ്രൂപ്പ്. ഇങ്ങനെ 10 ഗ്രൂപ്പുകൾ സിദ്ദിഖ് കാപ്പനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സിദ്ദിഖ് കാപ്പൻ അംഗമായിട്ടുണ്ട് അല്ലെങ്കിൽ അഡ്മിനായിട്ടുണ്ട്. ഈ 10 ഗ്രൂപ്പുകളിലാണ് കേരളത്തിൽ നടത്തേണ്ടിയിരിക്കുന്ന തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ചും അതിലേക്ക് ആവശ്യമായ ഫണ്ട്, ആ ഫണ്ടിന്റെ ഒഴുക്ക്, ഇതുമായി ബന്ധപ്പെട്ട സൂചനകളും തെളിവുകളും എല്ലാം ഇപ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടു കഴിഞ്ഞു. പോപ്പുലർ ഫ്രണ്ടിന് പിന്നാലെ SDPIയും നിരോധിക്കപ്പെടും എന്ന് ഉറപ്പാണ്. കാരണം SDPIയുടെ ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിശദ വിവരങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഈ കഴിഞ്ഞ ദിവസം ED തേടിയും. അതിനുമപ്പുറം കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരും പരിസ്ഥിതി പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും എല്ലാം ഇത്തരത്തിൽ SDPIയോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികളുടെ റഡാറിലാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത്. വളരെ നല്ലത് അല്ലേ? ഇവരൊക്കെ പരസ്പരം പാരകളാണെന്ന് മാത്രമല്ല, ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം NIAയുടെ മുക്കിപ്പിഴിയൽ അങ്ങനെയല്ലേ, ഇടിച്ച് പിഴിഞ്ഞ് ചാറെടുത്തപ്പോൾ അറിയുന്ന കാര്യങ്ങളൊക്കെ മണിയായിട്ട് അങ്ങോട്ട് പറഞ്ഞു. ഞാനാകെ 10 വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ ആയിട്ടുള്ളൂ. ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, മതിയോ? ഇല്ല, കിലുക്കം സിനിമയ്ക്കകത്ത് രേവതി ചോദിക്കുന്നത് പോലെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ, പോരായോ? നന്ദി.